ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളം മീഡിയമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഊർജ്ജതന്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം എന്നീ 3 ക്വസ്റ്റ്യൻ പേപ്പറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 60 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക. ഓരോ സെക്ഷനും 20 മാർക്ക് വീതമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഊർജ്ജതന്ത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 40 മിനിറ്റാണ് സമയം. സ്കോർ 20ആണ്. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ 8ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 8 ആനുവൽ എക്സാം ഓൺലൈൻ ക്ലാസ് എന്ന യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ നിങ്ങൾ ക്ലാസ് 8 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താലും ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒന്നാമത്തെ പദജോഡിയിലെ ബന്ധം കണ്ടെത്തി രണ്ടാമത്തെ പദജോഡി അനുയോജ്യമായി പൂർത്തിയാക്കുക. വൈദ്യുത ചാർജ് കൂളം. അപ്പോൾ കപ്പാസിറ്റൻസ് എന്താണ്? ഫാരഡ്. ഓക്കെ, കപ്പാസിറ്റൻസ് ഫാരഡ്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ അതേ ചോദ്യമാണ്, റിപ്പീറ്റഡ് ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നതിൽ വ്യുൽപ്പന്ന യൂണിറ്റ് തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഇവിടെ N ആണ് ആൻസർ. ഓക്കെ, ചുവടെ നൽകിയിരിക്കുന്ന വ്യുൽപ്പന്ന യൂണിറ്റ് എടുത്തെഴുതുക. N ആണ് ആൻസർ. താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന എടുത്തെഴുതുക. സജാതീയ ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കുന്നു. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നു. കാന്തത്തിന് പുറത്ത് കാന്തിക ബലരേഖകളുടെ ദിശ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തര ധ്രുവത്തിലേക്കാണ്. അപ്പോൾ 3 എണ്ണത്തിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലത്തിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഇതിൽ ശരിയായ പ്രസ്താവന. ഓക്കെ, ഇനി അടുത്തത് എപ്പോഴും നിവർന്നതും ചെറുതുമായ പ്രതിബിംബം രൂപീകരിക്കുന്ന ഗോളീയ ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ്. ആൻസർ എന്താണ്? കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ സമയവും എന്തായിരിക്കും? നിവർന്നതും ചെറുതുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? കോൺവെക്സ് ആണ്. ഓക്കെ, 4 ചോദ്യോത്തരമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. നൽകിയ വ്യുൽപ്പന്ന യൂണിറ്റ് N ആണ്. താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നു. 4ാമത്തെ ചോദ്യം എപ്പോഴും നിവർന്നതും ചെറുതുമായ പ്രതിബിംബം രൂപപ്പെടുന്ന ഗോളീയ ദർപ്പണം എന്നാണ്. അതിൻ്റെ ശരിയായ ഉത്തരം കോൺവെക്സ് ലെൻസ് ആണ്. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 2 മാർക്ക് വീതമാണ്. മൊത്തം 8 മാർക്കാണുള്ളത്. ചില വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നുണ്ട്. ഈ ആശയത്തെ അടിസ്ഥാനമാക്കി ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കുക. ഉരസാൻ ഉപയോഗിക്കുന്ന ജോഡി വസ്തുക്കൾ ഇവിടെ എബണൈറ്റും കമ്പിളിയും ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു ഏതാണ്? കമ്പിളിയാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു. അപ്പോൾ നമുക്കിവിടെ എഴുതാം, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു ഏതാണ്? കമ്പിളി. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ലഭിക്കുന്ന വസ്തു ഏതാണ്? എബണൈറ്റ്. എന്താണ്? എബണൈറ്റ്. അപ്പോൾ എബണൈറ്റ് നമുക്കിവിടെ എഴുതാം, എബണൈറ്റ്. ഓക്കെ, അടുത്തത് ഗ്ലാസ് റോഡും സിൽക്കുമാണ് ഉരസാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ഇവിടെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് ഗ്ലാസ് റോഡിനാണ്. അതേപോലെ നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നത് സിൽക്കിനാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തിരിച്ച ഒരു കാറിൻ്റെ നേർരേഖാ ചലനവുമായി ബന്ധപ്പെട്ട രേഖാചിത്രം നൽകിയിരിക്കുന്നു. ഇവിടെ നോക്കൂ, ABCD അങ്ങനെ 4 പോയിൻ്റാണുള്ളത്. എയിൽ നിന്ന് ഇങ്ങോട്ട് 5 മീറ്റർ സെക്കൻഡ്, 10 മീറ്റർ സെക്കൻഡ്, 10 മീറ്റർ സെക്കൻഡ്. സമയവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 15 സെക്കൻഡ്. അപ്പോൾ പ്രവേഗവും സമയവും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. C മുതൽ D വരെ കാറിന് സമത്വരണമുണ്ട്, അസമപ്രവേഗമുണ്ട്, സമപ്രവേഗമുണ്ട്. ഇവിടെ നമുക്ക് എന്ത് പറയാം? C മുതൽ D വരെ കാറിന് സമപ്രവേഗം ഉണ്ട് എന്ന് പറയാം. എന്താണുള്ളത്? സമപ്രവേഗം. C മുതൽ D വരെ ഇവിടെ സമപ്രവേഗം ഉണ്ട്. C മുതൽ D വരെ എന്താണ്? സമപ്രവേഗം ഉണ്ട്. ഓക്കെ,
ഇനി അടുത്തത് കാറിന് എ മുതൽ സി വരെയുള്ള ത്വരണം കണ്ടെത്തുക. കാറിന് എ മുതൽ സി വരെയുള്ള ത്വരണം കണ്ടെത്തുക. അപ്പോൾ എ മുതൽ സി വരെയുള്ള ത്വരണം എന്താണ്? ത്വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേഗമാറ്റം ബൈ സമയം. ത്വരണം എന്ന് പറഞ്ഞാൽ പ്രവേഗമാറ്റം ബൈ സമയമാണ്. പ്രവേഗമാറ്റം എന്ന് പറയുന്നത് എന്താണ്? അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം. ഇവിടെ അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 10 മീറ്റർ സെക്കൻഡ് ആണ്. അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ തന്നെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 0 ഓക്കെ. അപ്പോൾ നമ്മളെ ഫോർമുല എന്താണ്? സൂത്രവാക്യം പ്രവേഗമാറ്റം ബൈ സമയം. അപ്പോൾ നമുക്കിവിടെ പ്രവേഗമാറ്റം കിട്ടി. ഇനി സമയമാണ്. സമയം എന്താണ്? 10 സെക്കൻഡാണ്. ഓക്കെ, സമയം എത്രയാണ്? 10 സെക്കൻഡാണ്. ബൈ 10. 10 ബൈ 10 എന്ന് പറയുമ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടെ ത്വരണം. 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ മനസ്സിലായല്ലോ? ത്വരണം എന്ന് പറയുന്നതിൻ്റെ സൂത്രവാക്യം എന്താണ്? പ്രവേഗമാറ്റം ബൈ സമയം. പ്രവേഗമാറ്റം ബൈ സമയം. ഈ പ്രവേഗമാറ്റം കണ്ടുപിടിക്കുക എങ്ങനെയാണ്? അന്ത്യപ്രവേഗത്തിൽ നിന്നും ആദ്യ പ്രവേഗം കുറയ്ക്കുക. അപ്പോൾ 10 നിന്ന് 0 കുറച്ചാൽ നമുക്ക് 10 കിട്ടി. അതേപോലെ പ്രവേഗമാറ്റം ബൈ സമയം എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മളോട് പ്രത്യേകം എ മുതൽ സി വരെയുള്ള ത്വരണം എത്രയാണ്? എ മുതൽ സി വരെയുള്ളത് 10 സെക്കൻഡാണ്. അപ്പോൾ 10 സെക്കൻഡ് സമയമാണ്. അപ്പോൾ 10 ബൈ 10 എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡാണ്. അതാണ് ത്വരണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യന് അസുഖകരമായ രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നതാണ് ശബ്ദമലിനീകരണം. ശബ്ദമലിനീകരണം കുറയ്ക്കാൻ ഈ ആശയം സമൂഹത്തിലെത്തിക്കാൻ ഉണ്ടാക്കാവുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ശബ്ദമലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇനി അടുത്ത് നോക്കാം. തന്നിരിക്കുന്ന രേഖാചിത്രം പകർത്തി വരച്ച് പ്രതിബിംബ രൂപീകരണം ചിത്രീകരിക്കുക. ഓക്കെ, പ്രതിബിംബ രൂപീകരണം ഈ രീതിയിലാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. പ്രതിബിംബത്തിൻ്റെ 2 സവിശേഷതകൾ എഴുതുക. എന്ത് സവിശേഷത എഴുതാം? യഥാർത്ഥമാണ്, തല കീഴായതാണ്, വസ്തുവിൻ്റെ തുല്യ വലുപ്പമാണ്. എന്താണ്? യഥാർത്ഥവും തല കീഴായതും വസ്തുവിൻ്റെ തുല്യ വലുപ്പവുമുള്ള ഒരു പ്രതിബിംബമാണ് നമുക്ക് ലഭിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദതരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. അൾട്രാസോണിക് തരംഗങ്ങളുടെ 2 ഉപയോഗങ്ങൾ എഴുതുക. എന്താണ്? കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന സോണാർ എന്ന ഉപകരണത്തെ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ കിഡ്നിയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പം കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന സോണാർ എന്ന ഉപകരണത്തിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അതേപോലെ കിഡ്നിയുടെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ അൾട്രാസോണിക് ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. വിവിധ തരം ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്ന അവ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. അപ്പോൾ ഇവിടെ വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ കോൺവെക്സ് ലെൻസാണ് വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ് മിറർ അതെന്താണ്? കോൺകേവ് ആണ്. എന്താണ്? കോൺകേവ് ആണ്. അപ്പോൾ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ് മിറർ എന്താണ്? കോൺകേവ് ആണ്. സോളാർ കോൺസെൻട്രേറ്റുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നതും എന്താണ്? കോൺകേവ് ദർപ്പണങ്ങളാണ്. സോളാർ കോൺസെൻട്രേറ്റുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നതും എന്താണ്? കോൺകേവ് ആണ്. ഇനി തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. ഓക്കെ, തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്, മാറിപ്പോകരുത്. സാധാരണയായി മുഖം നോക്കുന്നത് എന്താണ്? സമതല ദർപ്പണമാണ്. സിനിമ പ്രോജക്റ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, കോൺകേവ് ഏതൊക്കെ തരത്തിലാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ് മിറർ സോളാർ കോൺസെൻട്രേറ്റുകളിൽ റിഫ്ലക്ടറായി, സിനിമ പ്രോജക്ടറുകളിൽ റിഫ്ലക്ടറായും. സമലദർപ്പണത്തിന് ഒരേ ഒരു ഉപയോഗമേ ഇതിൽ കാണുന്നുള്ളൂ, സാധാരണയായി മുഖം നോക്കുന്നതിന്. കോൺവെക്സ് ലെൻസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി, അതേപോലെ തന്നെ തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറുകളായി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നൽകിയ സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നു.
ഓക്കെ. നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിട്ട പന്ത് അല്പദൂരം സഞ്ചരിച്ച ശേഷം നിശ്ചലാവസ്ഥയിൽ ആകുന്നു. ഇവിടെ ചോദ്യം, ഇവയിൽ സമ്പർക്കരഹിത ഫലം അനുഭവപ്പെടുന്ന സന്ദർഭം ഏത്? സമ്പർക്കരഹിത ഫലം അനുഭവപ്പെടുന്ന സന്ദർഭം എന്താണ്? സന്ദർഭം 1. ഇവിടെ എന്തെങ്കിലും സമ്പർക്കം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ, തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നത് എന്താണ്? സമ്പർക്കരഹിത ഫലം അനുഭവപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. ഇനി അടുത്തത് എന്താണ്? ഇവിടെ മന്ദീകരണം ഉണ്ടാകുന്ന സന്ദർഭം ഏത്? ഈ മന്ദീകരണം ഉണ്ടാകാനുള്ള കാരണം എഴുതുക. അപ്പോൾ മന്ദീകരണം ഉണ്ടാകാനുള്ള സന്ദർഭം ഏതാണ്? നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിട്ട പന്ത് അല്പദൂരം സഞ്ചരിച്ചതിന് ശേഷം നിശ്ചലാവസ്ഥയിലാകുന്നു. അപ്പോൾ ഇവിടെ മന്ദീകരണം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? പ്രവേഗം കുറഞ്ഞു വരികയാണ്. അതായത് ആദ്യമുള്ള ഒരു പ്രവേഗം പിന്നെ വസ്തുവിനില്ല, അപ്പോൾ പ്രവേഗം കുറഞ്ഞു വരുന്നു. ഇനി സമ്പർക്കരഹിത ഫലത്തിന് മറ്റൊരു ഉദാഹരണം എഴുതുക. എന്താണ്? ഭൂമി സൂര്യനെ ചുറ്റുന്നു. മറ്റൊരു ഉദാഹരണം എന്താണ്? ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഭൂമി സൂര്യനെ ചുറ്റുന്നു. അപ്പോൾ ഇതൊരു സമ്പർക്കരഹിത ഫലത്തിന് ഉദാഹരണമാണ്. അപ്പോൾ സമ്പർക്കരഹിത ഫലത്തിന് 2 ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നതും അതേപോലെ തന്നെ ഭൂമി സൂര്യനെ ചുറ്റുന്നതും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഉയരം കൂടിയ കെട്ടിടങ്ങളെ മിന്നലിൽ നിന്ന് രക്ഷിക്കുന്നതിനായി മിന്നൽ രക്ഷാചാലകം ഉറപ്പിക്കാറുണ്ട്. മിന്നൽ രക്ഷാചാലകത്തിൻ്റെ അഗ്രഭാഗം കൂർപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ അടിത്തറ എന്ത്? അപ്പോൾ മിന്നൽ ചാലകത്തിൻ്റെ അഗ്രഭാഗം കൂർപ്പിച്ചിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? ഒരു ചാലകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിൻ്റെ ഉപരിതലത്തിൽ മാത്രമാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഒരു ചാലകത്തിൽ വിതരണം ചെയ്യുമ്പോൾ അതിൻ്റെ ചാർജ് എന്താണ്? ഉപരിതലത്തിൽ മാത്രമാണ്. കൂർത്ത അഗ്രങ്ങളിൽ ചാർജിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ കൂർത്ത അഗ്രങ്ങളിൽ എന്താണ്? ചാർജിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് മിന്നൽ രക്ഷാചാലകത്തിൻ്റെ അഗ്രഭാഗം കൂർപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തത്, മിന്നലിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനുള്ള മറ്റു 2 ഭാഗങ്ങൾ. വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത്. അതേപോലെ തന്നെ വീട്ടിലെ ഭിത്തിയിൽ ചാരി നിൽക്കരുത്. ഉയരമുള്ള വൃക്ഷച്ചുവട്ടിൽ നിൽക്കരുത്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ചുവടിൽ അഭയം തേടരുത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ABC കോളങ്ങളിൽ തന്നിരിക്കുന്ന പദങ്ങളെ അനുയോജ്യമായി ബന്ധിപ്പിച്ചെഴുതുക. ഓക്കെ. അപ്പോൾ നമുക്കറിയാം അന്തരീക്ഷമർദ്ദം. മർദ്ദം എന്താണ്? ബാറാണ്. അതേപോലെ തന്നെ ബാരോമീറ്ററാണ്. ഓക്കെ. ഇനി വേഗം എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേഗം മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡോമീറ്ററാണ്. ഓക്കെ, സ്പീഡോമീറ്റർ. ഉച്ചത ഡെസിബലാണ്. അതേപോലെ ഡെസിബൽ മീറ്ററാണ്. ഓക്കെ, ഉച്ചത ഡെസിബലാണ്. ഡെസിബൽ ഒന്നുകൂടി പറയാം. അന്തരീക്ഷമർദ്ദം ബാരോമീറ്റർ, വേഗത മീറ്റർ പെർ സെക്കൻഡ് സ്പീഡോമീറ്റർ, ഉച്ചത dB ഡെസിബൽ മീറ്റർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് രസതന്ത്രമാണ്, കെമിസ്ട്രിയാണ്. അപ്പോൾ നമുക്ക് കെമിസ്ട്രിയുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓക്കെ. ആദ്യത്തെ ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന ഖരപദാർത്ഥം ഏത്? അപ്പം ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ചൂടാക്കുമ്പോൾ ദ്രാവകമാവാതെ വാതകമായി മാറുന്ന ഖരപദാർത്ഥം ഏത്? 3 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. കറിയുപ്പ്, പഞ്ചസാര, മെഴുക്, കർപ്പൂരം. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? കർപ്പൂരമാണ്. അപ്പോൾ കർപ്പൂരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഇനി അടുത്തത് ഗ്ലൂക്കോസ് മോണോമറാണ്. അതേപോലെ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിമറാണ്. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ പോളിമർ. അപ്പോൾ ഗ്ലൂക്കോസ് മോണോമറാണ്. അതേപോലെ സ്റ്റാർച്ച് എന്താണ്? പോളിമർ ആണ്. മൂന്നാമത്തെ ചോദ്യം നോക്കുക. രാസസമവാക്യം ക്രമീകരിക്കുക. Mg + H2O gives MgO.
ഇവിടെ ലാസ്റ്റ് നമുക്ക് ഇത് MgO മഗ്നീഷ്യം ഓക്സൈഡും അതേപോലെ ഹൈഡ്രജനും ഉണ്ടാകുന്നുണ്ട്. H2 എന്താ ഉണ്ടാകുന്നത്? H2 ഹൈഡ്രജൻ ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഇലാസ്തിക സ്വഭാവമുള്ള പോളിമറാണ് പ്രോട്ടീൻ, സിൽക്ക്, റബ്ബർ, ചണം. ഉത്തരം എന്താണ്? റബ്ബർ ആണ്. എന്താണ്? റബ്ബർ ആണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന ഖരപദാർത്ഥമാണ് കർപ്പൂരം. ഉചിതമായ വിധം പൂരിപ്പിക്കുക. ഗ്ലൂക്കോസ് മോണോമർ ആണെന്ന് സ്റ്റാർച്ച് എന്താണ്? പോളിമർ ആണ്. രാസസമവാക്യം പൂർത്തീകരിക്കുക. ഇവിടെ MgO പ്ലസ് ഹൈഡ്രജൻ ആണ്. മഗ്നീഷ്യവും ജലവും കൂടിച്ചേരുമ്പോൾ മഗ്നീഷ്യം ഓക്സൈഡും കൂടാതെ ഹൈഡ്രജനും ഉണ്ടാകുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇലാസ്തിക സ്വഭാവമുള്ള പോളിമറാണ് റബ്ബർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഏതെങ്കിലും 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. സൾഫ്യൂരിക് ആസിഡ് H2SO4 ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ ഒരു ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. ഇവിടെ O4 ആണ്. അപ്പോൾ ഓക്സിജൻ എത്രയാണ്? ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. ഇനി അടുത്തത് 5NH3യിൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. എത്രയാണ്? NH3യിൽ, അതായത് അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം 5NH3. എങ്ങനെയാണ് 20 കിട്ടിയത്? ഇവിടെ നോക്കൂ, N എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 5 × 5 ഗുണിക്കണം 1. 5 ഗുണിക്കണം 1 എന്ന് പറയുമ്പോൾ 5. ഓക്കെ, ഇനി H എന്ന് പറയുന്നത് ഹൈഡ്രജൻ 3 ആണ്. അപ്പോൾ 3 ഗുണിക്കണം 5 15. അപ്പോൾ 5ഉം 15ഉം കൂട്ടിയാൽ നമുക്ക് 20 കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? കഴിഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യത്തിലും ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ റിപ്പീറ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇരുമ്പ് വളയിൽ കോപ്പർ പൂശുന്ന പ്രവർത്തനത്തിൻ്റെ പേരെന്ത്? എന്താണ് പ്രവർത്തനത്തിൻ്റെ പേര്? വൈദ്യുത ലേപനം. എന്താണ്? വൈദ്യുത ലേപനം. ഇരുമ്പ് വളയിൽ കോപ്പർ പൂശുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് വൈദ്യുത ലേപനം. ഓക്കെ, വൈദ്യുത ലേപനം. ഇനി അടുത്ത ചോദ്യം, ഈ പ്രക്രിയ വൈദ്യുത രാസപ്രവർത്തനമാണ്. എന്തുകൊണ്ടാണ്? വൈദ്യുത രാസപ്രവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ആൻസർ ഉണ്ട്. ഇതിലെന്ത് ഉപയോഗിക്കുന്നുണ്ട്? വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് എഴുതാം? ഈ പ്രക്രിയയിൽ വൈദ്യുതി ഉപയോഗിക്കുന്നതിനാൽ ഇതൊരു വൈദ്യുത രാസപ്രവർത്തനമാണ്. ഓക്കെ, ഇനി അടുത്തത് 7ാമത്തെ ചോദ്യം, വൈദ്യുത ബൾബിൽ ഫിലമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഫിലമെൻറ്റ് നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ. എന്താണ് ലോഹം? ടങ്സ്റ്റൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഈ ലോഹത്തിൻ്റെ ഏത് ഗുണമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഡക്റ്റിലിറ്റി ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ടങ്സ്റ്റൻ്റെ ഏത് ഗുണമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഡക്റ്റിലിറ്റി. ഇതേപോലുള്ള ഒരു ചോദ്യം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഡക്റ്റിലിറ്റി കൂടിയ ലോഹമേത്? അതേപോലെ തന്നെ മാലിയബിലിറ്റി കൂടിയ ലോഹമേത്? അപ്പോൾ ഡക്റ്റിലിറ്റി കൂടിയ ലോഹം ഏതാണ്? പ്ലാറ്റിനം ആണ്. ഓക്കെ, മാലിയബിലിറ്റി കൂടിയ ലോഹം ഏതാണ്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതാണ്, സ്വർണ്ണമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു പേജിൽ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു തന്മാത്ര അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചപ്പോൾ 4 എണ്ണം എഴുതി. HNH3 അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം 20 ആണ്. അതേപോലെ ഇരുമ്പ് വളയിൽ കോപ്പർ പൂശുന്ന പ്രവർത്തനത്തിൻ്റെ പേര് വൈദ്യുത ലേപനമാണ്. ഈ പ്രക്രിയ വൈദ്യുത രാസപ്രവർത്തനമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വൈദ്യുതി ഉപയോഗിക്കുന്നതിനാണ്. വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമേത്? ടങ്സ്റ്റൺ ആണ്. ഇവിടെ ടങ്സ്റ്റൻ്റെ ഏത് ഗുണമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഡക്റ്റിലിറ്റി ആണ്. അതോടൊപ്പം തന്നെ ഡക്റ്റിലിറ്റി കൂടിയ ലോഹം പ്ലാറ്റിനമാണ്. അതേപോലെ മാലിയബിലിറ്റി കൂടിയ ലോഹം സ്വർണ്ണമാണ്. ഇതും ഓർത്ത് വെക്കുക. 8ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ ജലത്തിൻ്റെ ഏത് ഗുണങ്ങളാണ് പ്രകടമാകുന്നത്? വാഹനങ്ങളുടെ റേഡിയേറ്ററിൽ ജലം ഉപയോഗിക്കുന്നു. ജലത്തിൻ്റെ ചെറുതുള്ളികളിൽ ഗോളാകൃതിയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഈ 2 സന്ദർഭങ്ങളിലും ജലത്തിൻ്റെ ഏത് ഗുണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പോൾ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നത് എന്ത് ഗുണമാണ്? വിശിഷ്ട താപധാരിത. എന്താണ്? വിശിഷ്ട താപധാരിത. ഓക്കെ, താപധാരിത എന്താണ്? വിശിഷ്ട താപധാരിത എന്ന ഗുണമുള്ളത് കൊണ്ടാണ് റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നത്. അതേപോലെ ജലത്തിൻ്റെ ചെറുതുള്ളികൾ ഗോളാകൃതി കാണപ്പെടുന്നു. അത് എന്ത് ഗുണമാണ്?
പ്രതലബലം എന്ന ഗുണമുള്ളതുകൊണ്ടാണ് ജലത്തിൻ്റെ ചെറുതുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ജലത്തിൻ്റെ 2 ഗുണങ്ങളാണ്. ഒന്ന് വിശിഷ്ട താപധാരിതയും അതേപോലെ പ്രതലബലവും. വാഹനങ്ങളുടെ റേഡിയേറ്ററിൽ ജലം ഉപയോഗിക്കുന്നത് വിശിഷ്ട താപധാരിത എന്ന ഗുണം പ്രകടമാക്കുന്നതിനാലാണ്. അതേപോലെ ചെറുതുള്ളികൾ ഗോളാകൃതി കാണപ്പെടുന്നതും എന്തുകൊണ്ടാണ്? പ്രതലബലം എന്ന ഗുണമുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തവയിൽ കൃത്രിമ നാരുകളുടെ സവിശേഷതകൾ ഏവ? അപ്പോൾ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നനഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങുന്നു, വായുസഞ്ചാരം കൂടുതൽ കാലം ഈട് നിൽക്കുന്നില്ല, ചുളുങ്ങുന്നില്ല. അപ്പോൾ എന്താണ്? നനഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങുന്നു, അതേപോലെ എളുപ്പത്തിൽ ചുളുങ്ങുന്നില്ല. ഇതാണ് കൃത്രിമ നാരുകളുടെ സവിശേഷതകൾ. എന്തൊക്കെയാണ്? നനഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങുന്നു, അതേപോലെ ചുരുങ്ങുന്നില്ല. ഇനി അടുത്ത ചോദ്യം എന്താണ്? 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ. ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മിശ്രിതം എ, മിശ്രിതം ബി, മിശ്രിതം സി എന്നിങ്ങനെ 3 മിശ്രിതത്തിൻ്റെ ഗുണങ്ങളാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് മിശ്രിതം എ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയില്ല. മിശ്രിതം എ ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയില്ല. കടത്തിവിടുന്ന തീവ്രപ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്. മിശ്രിതം ബി ഘടകങ്ങളെ അരിച്ചു സി ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയുന്നില്ല. കടത്തിവിടുന്ന തീവ്രപ്രകാശത്തിൻ്റെ പാത ദൃശ്യമല്ല. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കുക. ഇവയിൽ ഏത് മിശ്രിതമാണ് യഥാർത്ഥ ലായനിയെ സൂചിപ്പിക്കുന്നത്? അപ്പോൾ മിശ്രിതം സി ആണ് യഥാർത്ഥ ലായനി. എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയുന്നില്ല, കടത്തിവിടുന്ന തീവ്രപ്രകാശത്തിൻ്റെ പാത ദൃശ്യമല്ല. അപ്പോൾ അതെന്താണ്? യഥാർത്ഥ ലായനിയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കുറച്ചു നേരം അനക്കാതെ വയ്ക്കുമ്പോൾ ഏത് മിശ്രിതത്തിലെ കണികകളാണ് അടിയുന്നത്? അത് മിശ്രിതം ബി ആണ്. അതിനെന്താണ്? സസ്പെൻഷനാണ്. അതെന്താണ്? സസ്പെൻഷനാണ്. ഇനി പാൽ ഇവയിൽ ഏതുതരം മിശ്രിതത്തിൽ പെടുന്നു? കൊളോയിഡാണ്. അതായത് ഫസ്റ്റ് വൺ കൊളോയിഡ്. അപ്പം മിശ്രിതം എ എന്ന് പറയുന്നത് എന്താണ്? കൊളോയിഡാണ്. ഓക്കെ, മിശ്രിതം ബി എന്ന് പറയുന്നത് സസ്പെൻഷനാണ്. മിശ്രിതം സി എന്ന് പറയുന്നത് യഥാർത്ഥ ലായനിയാണ്. ഓക്കെ, അപ്പോൾ പാൽ ഏത് മിശ്രിതമാണ്? കൊളോയിഡ് മിശ്രിതമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യം. ജലത്തിൻ്റെ 2 സാമ്പിളുകൾ നൽകിയിരിക്കുന്നു. സോപ്പ് എളുപ്പത്തിൽ പതിയുന്നില്ല. അങ്ങനെ 2 സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഇവയിൽ ഏതാണ് കഠിനജലം? അറിയാലോ, സോപ്പ് എളുപ്പത്തിൽ പതയാത്തത്, അതായത് സാമ്പിൾ 2 ആണ് ഇതിൽ കഠിന ജലം. ഇനി അടുത്തത്. ചുവടെ ചേർത്തിരിക്കുന്ന ജലകാഠിന്യത്തിന് കാരണമായ ലവണം ഏത്? സോഡിയം കാർബണേറ്റ്, മഗ്നീഷ്യം ക്ലോറൈഡ്, സിങ്ക് ഹൈഡ്രോക്സൈഡ്, അമ്മോണിയം ക്ലോറൈഡ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ്? മഗ്നീഷ്യം ക്ലോറൈഡാണ് ജലകാഠിന്യത്തിന് കാരണമായ ലവണം. ഓക്കെ, ഏത് തരത്തിലുള്ള ജലകാഠിന്യമാണ് തിളപ്പിച്ച് മാറ്റാൻ കഴിയുന്നത്? ഏത് തരത്തിലുള്ള? താൽക്കാലിക ജലകാഠിന്യമാണ് നമുക്ക് തിളപ്പിച്ചാൽ മാറുന്നത്. എന്താണ്? താൽക്കാലിക ജലകാഠിന്യമാണ് നമുക്ക് തിളപ്പിച്ചാൽ മാറുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം. പ്ലാസ്റ്റിക്കിൻ്റെ 2 വകഭേദങ്ങളാണ് തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത്? അപ്പോൾ തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്നതാണ് തെർമോപ്ലാസ്റ്റിക്. എന്നാൽ തെർമോസെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്നതാണ് നമ്മുടെ തെർമോസെറ്റിംഗ്. അതേപോലെ തെർമോപ്ലാസ്റ്റിക്കുമ്പോൾ ചൂടാകുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്നുണ്ട്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റവും അതേപോലെ തന്നെ രാസമാറ്റവും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്? ഓക്കെ, ഏതാണ്? ബാക്ക്ലൈറ്റ് ആണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. എന്താണ്? ബാക്ക്ലൈറ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് തെർമോ പ്ലാസ്റ്റിക്കും തെർമോസെറ്റിങ്ങും. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കുക. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്നത് ഏതാണ്? തെർമോ പ്ലാസ്റ്റിക്കിനാണ്. അതേപോലെ ഭൗതിക മാറ്റവും രാസമാറ്റവും രണ്ടും സംഭവിക്കുന്നത് എന്തിനാണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിനാണ്.
ഇനി അടുത്ത് നോക്കാം. ഇന്ന് വ്യാപകമായി അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ജലമലിനീകരണം. ജലജീവികൾക്കും ജലസസ്യങ്ങൾക്കും ശ്വസിക്കുന്നതിനാവശ്യമായ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ജലത്തിൽ നിന്നാണ്. ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ് അവ ശ്വസിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ജലത്തിൽ നിന്നാണ്. പുഴകളിലും കുളങ്ങളിലും തള്ളുന്ന മാലിന്യങ്ങൾ ജലജീവികളുടെ നാശത്തിന് കാരണമാകുന്നു. എങ്ങനെയെന്ന് വ്യക്തമാക്കുക. അപ്പം പുഴകളിലും മാലിന്യങ്ങൾ എന്ന് പറയുന്നത് അത് ജൈവ മാലിന്യങ്ങൾ അഴുകുന്നതിന് ജലത്തിൽ ലയിച്ച് ചേർന്ന ഓക്സിജൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ജലജീവികളുടെ നാശത്തിന് കാരണമാകുന്നു എന്ന് പറയുന്നത്. ഈ ജൈവ മാലിന്യങ്ങൾ അഴുകുന്നതിന് എന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പോൾ ആ ഓക്സിജൻ സ്വാഭാവികമായും ജലത്തിൽ ലയിച്ച ഓക്സിജനാണ് ജലത്തിൽ തള്ളുന്ന ജൈവ മാലിന്യങ്ങൾ ലയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ജലത്തിൽ ലയിക്കുന്ന ജീവികൾക്ക് ആവശ്യമായ ഓക്സിജൻ അവിടെ തടസ്സം നേരിടുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ജലമലിനീകരണത്തിന് കാരണമാകുന്ന മറ്റേതെങ്കിലും ഒരു പ്രവർത്തനം എഴുതുക. എന്താണ്? അമിതമായ രാസവള പ്രയോഗം, അല്ലെങ്കിൽ വാഹനങ്ങൾ നദികളിൽ നിന്ന് കഴുകുക, അതേ പൊതുജല സ്രോതസ്സിലെ കുളി, അലക്കി, ഇവയിൽ ഏതെങ്കിലും നമുക്ക് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ രാസതന്ത്രം അതായത് കെമിസ്ട്രി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ജീവശാസ്ത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം നോക്കുക. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് എന്താണ്? ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്താണ് എന്നാണ് ചോദ്യം. കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺട്രിയ, റൈബോസോം, ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മാറ്റിക് റെറ്റിക്കുലം. അപ്പോൾ എന്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? എന്താണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. എന്താണ്? ഗോൾജി കോംപ്ലക്സ്. ഇനി അടുത്തത് പദബന്ധം മനസ്സിലാക്കി വിട്ടുപോയ പദം പൂരിപ്പിക്കുക. വിട്ടുപോയ ഭാഗം അണ്ഡാശയം ഈസ്ട്രജൻ. വിഷണം എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ. എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ. അണ്ഡാശയം ഈസ്ട്രജൻ. വൃഷണം ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, ടെസ്റ്റോസ്റ്റിറോൺ. ഇനി അടുത്തത് ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക. ഇതിൽ ഒറ്റപ്പെട്ടത് എന്താണ്? വരയാട്, സിംഹവാലൻ, കുരങ്ങ്, ഡോഡോ, മലബാർ വരുക. അപ്പോൾ ഇതിലെന്താണ്? ഡോഡോ ആണ് ഒറ്റപ്പെട്ടത്. മറ്റുള്ളവയൊക്കെ എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ്. ഇനി അടുത്തത് ശരിയായ ജോഡി എടുത്തെഴുതുക. സെയിം ക്വസ്റ്റ്യൻ കഴിഞ്ഞ ചോദ്യം ഇതാണ്. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നാഷണൽ പാർക്ക് എന്താണ്? നാഷണൽ പാർക്ക് സൈലൻറ്റ് വാലിയാണ്. ഇത് ശരിയായ ജോഡിയാണ്. അതേപോലെ എന്താണ്? വന്യജീവി സങ്കേതങ്ങൾ പെരിയാർ. ഇത് രണ്ടും ശരിയായ ജോഡിയാണ്. ബാക്കിയൊക്കെ തെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 സ്കോർ വീതമാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമാണ് സുവോളജിക്കൽ ഗാർഡൻ. അപ്പോൾ അത് തെറ്റാണ്. എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമാണ് സുവോളജിക്കൽ ഗാർഡൻ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ശരിയാണ്. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു പ്രദേശത്തെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതാണ് ബയോസ്ഫിയർ റിസർവ്. അത് തെറ്റാണ്. നാഷണൽ പാർക്കാണ് ശരിയായ ഉത്തരം. വന്യജീവി സംരക്ഷണത്തിനോടും അപ്പോൾ ഒരു പ്രദേശത്തെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ തുടങ്ങിയവ കൂടി സംരക്ഷിക്കുന്നതാണ് നാഷണൽ പാർക്കുകൾ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചുവടെ നൽകിയ പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനിസ് ഫെമിലിയാരിസ്. ഇത്തരത്തിൽ ജീവികൾക്ക് ശാസ്ത്രീയമായി പേര് നൽകുന്ന രീതി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ്? ദ്വിനാമ പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? ദ്വിനാമ പദ്ധതി. ഓക്കെ, അതായത് ജീവികൾക്ക് ഇങ്ങനെ ശാസ്ത്രീയമായി പേര് നൽകുന്ന രീതിക്ക് പറയുന്നതാണ് ദ്വിനാമ പദ്ധതി. ഇനി അടുത്തത് ശാസ്ത്രീയ നാമത്തിൻ്റെ കാനിസ് ഫെമിലിയാരിസ് എന്നീ പദങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? കാനിസ് എന്നത് എന്താണ്? ജീനസ് ആണ്. കാനിസ് എന്നത് ജീനസ് ആണ്. അതേപോലെ തന്നെ ഫെമിലിയാരിസ് എന്ന് പറയുന്നത് സ്പീഷ്യസ് ആണ്. ഓക്കെ, സ്പീഷ്യസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പത്രവാർത്ത വിശകലനം ചെയ്ത് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 10 മുതൽ 19 വരെ വയസ്സുള്ള പ്രായമുള്ള 13 കോടി കുട്ടികൾക്ക് അയൺ ഗുളികകൾ നൽകുന്ന പദ്ധതി കേന്ദ്ര ആരോഗ്യ വകുപ്പ് ആരംഭിച്ചു.
ചോദ്യം ഇതാണ്, ഏത് രോഗം പരിഹരിക്കുന്നതിനാണ് ഈ പദ്ധതി ആരംഭിച്ചത്? എന്താണ്? അയൺ ഗുളിക എന്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന, ഇരുമ്പിൻ്റെ കുറവ് മൂലം, അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഒരു രോഗം എന്താണ്? അനീമിയ. എന്താണ്? അനീമിയ. അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വിളർച്ച. അപ്പോൾ അനീമിയ, വിളർച്ച, അല്ലെങ്കിൽ വിളർച്ച എന്ന് എഴുതിയാലും മതി. ഈ രോഗം മറികടക്കുന്നതിന് ഭക്ഷണ ക്രമീകരണത്തിൻ്റെ പങ്കെന്ത്? അപ്പോൾ ആഹാരത്തിൽ ഇരുമ്പിൻ്റെ കുറവാണ് അനീമിയക്ക് കാരണം. അനീമിയക്ക് കാരണം എന്താണ്? ആഹാരത്തിൽ ഇരുമ്പിൻ്റെ കുറവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇരുമ്പ്, അയൺ തുടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് അനീമിയ അഥവാ വിളർച്ച പരിഹരിക്കാം. അപ്പോൾ എന്താ എഴുതേണ്ടത്? ഇരുമ്പ്, അയൺ അടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിക്കുക. ഇനി 8ാമത്തെ ചോദ്യം നോക്കാം. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ. എക്സ് വൈ. എക്സ് എന്താണ് ഇവിടെ? എക്സ് എന്താണ്? ബീജവാഹിയും അതേപോലെ വൈ എന്താണ്? വൃഷണവുമാണ്. ഇനി ബി എന്താണ്? എക്സ് എന്ന ഭാഗം നിർമ്മിക്കുന്ന ധർമ്മം എഴുതുക. അപ്പോൾ ബീജവാഹിയിൽ എന്താണ്? വൃഷണത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന പുംബീജങ്ങൾ മൂത്രനാളിയിലെത്തുന്നത് ബീജവാഹി വഴിയാണ്. എന്താണ്? വൃഷണത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പുംബീജങ്ങൾ മൂത്രനാളിയിലെത്തുന്നത് എന്ത് വഴിയാണ്? ബീജവാഹി വഴിയാണ്. ഓക്കെ. ഇനി അടുത്തത് ചുവടെ നൽകിയിട്ടുള്ള വിവരണം വിശകലനം ചെയ്ത് കാരണം എഴുതുക. ഇന്ത്യയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. ഓക്കെ. കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ട ജൈവ വൈവിധ്യ മേഖലകളാണ്. ഓക്കെ. ഇന്ത്യയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. എന്താണ് പശ്ചിമഘട്ടത്തിലുള്ളത്? തദ്ദേശീയമായ ഒട്ടേറെ സ്പീഷീസുകൾ ഉള്ളതും ആവാസ വംശനാശിനെ നേരിടുന്ന ജൈവസമ്പന്ന മേഖലയാണ് പശ്ചിമഘട്ടം. ഓക്കെ. അതുകൊണ്ടാണ് അത് സംരക്ഷിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകൾ, അതായത് ഒരു പ്രദേശത്ത് ജലസംരക്ഷണ മേഖലകൾ, അതുകൊണ്ടാണ് കാവുകൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത്. അവിടെ ഒരു പ്രദേശത്ത് ഒരു കുളവും അതേപോലെ അതിനോടനുബന്ധിച്ച് കുറേ സസ്യങ്ങളും ഉള്ള ഒരു പ്രദേശമാണ് കാവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതും സംരക്ഷിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന വിവരണം വിശകലനം ചെയ്ത് കാരണം എഴുതുക. ഓക്കെ. ഇന്ത്യയിൽ ഏറ്റവും അത് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി അടുത്തത് 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതാം. 3 സ്കോർ എഴുതാം. ജീവിബന്ധങ്ങൾ. ഓക്കെ. ജീവിബന്ധങ്ങൾ ഇവിടെ 3ആയിട്ട് തരംതിരിക്കുന്നു. എന്താണ് ജീവിബന്ധങ്ങളിൽ? നമുക്ക് ആദ്യത്തെ എന്തെഴുതാം? ഓക്കെ. ജീവിബന്ധങ്ങൾ ആദ്യത്തേത് കമൻസലിസം. എന്താണ്? കമൻസലിസം. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? കമൻസലിസം അതേപോലെ മ്യൂച്വലിസം. ജീവിബന്ധങ്ങളുള്ളതാണ് കമൻസലിസം, അതേപോലെ മ്യൂച്വലിസം, പിന്നെ ഇരപിടുത്തം. ഇതിൻ്റെ എക്സാമ്പിൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കമൻസലിസത്തിൻ്റെ എന്താണ്? ഒന്നിനും ഗുണകരം, മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. ഓക്കെ. ഇതിനെന്താണ്? മ്യൂച്വലിസത്തിന് എന്താണ്? 2 ജീവികൾക്കും ഗുണകരമാണ്. എന്താണ് മ്യൂച്വലിസത്തിൽ വരുന്നത്? എന്താണ്? 2 ജീവികൾക്കും ഗുണകരമാണ്. ഇരപിടുത്തം എന്ന് പറയുന്നത് ഒന്നിന് ഗുണമാണ്, മറ്റേതിന് ദോഷമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കമൻസലിസം എന്ന് പറഞ്ഞാൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഒന്നുമില്ല. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ജീവികൾക്കും ഗുണകരമാണ്. ഇരപിടുത്തം എന്ന് പറഞ്ഞാൽ ഒന്നിന് ഗുണമാണ്, മറ്റേതിന് ദോഷമാണ്. ഇനി കമൻസലിസത്തിൻ്റെ ഒരു ഉദാഹരണം എന്താണ്? മാവും മരവാഴിയും. എന്താണ്? മാവും മരവാഴിയും. അതേപോലെ പൂവും പൂമ്പാറ്റയും. ഇതിൽ 2 പേർക്കും ഒരു ഗുണവും ദോഷവും ഇല്ല. അതേപോലെ ഇവിടെ പാമ്പും തവളയും എന്താണ് സംഭവിക്കുന്നത്? പാമ്പ് തവളയെ പിടിച്ചാൽ പിന്നെ തവള ഉണ്ടാവുമോ? ഇല്ല, തവള ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ്? തവളക്ക് ദോഷമാണ്. ഇവിടെ ആണെച്ചാൽ 2 പേർക്കും ഒരു കുഴപ്പമില്ല. ഇവിടെ എന്താണ്? 2 പേർക്കും ഗുണകരമാണ്. ഇവിടെ എന്താണ്? ഒന്നിന് ഗുണമോ മറ്റൊന്നിന് ദോഷമോ രണ്ടും ഇല്ല. മാവും മരവാഴിയും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നൽകിയിരിക്കുന്ന ചിത്രം പകർത്തി വരച്ച് ചൂടുക. അപ്പം നിങ്ങൾ ഇത് പകർത്തി വരയ്ക്കണം. അതേപോലെ തന്നെ എയും ബിയും ഒക്കെ നമ്മളോട് പുംബീജവുമായി സംയോജിച്ച് എൻഡോസ്പേം ഉൾപ്പെടുന്ന ഭാഗം. ഓക്കെ. എൻഡോസ്പേം ഉൾപ്പെടുന്ന ഭാഗം എന്താണ്? അതേതാണ്? ഈ ഭാഗമാണ്. ഈ ഒരു ഭാഗമാണ്. ഇതിനെന്താണ് പറയുക?
പോളാർ ന്യൂക്ലിയസുകൾ എന്നാണ് പറയുക. ഈ ഒരു ഭാഗത്തിന് എന്താ പറയുക? പോളാർ ന്യൂക്ലിയസുകൾ. ഈ ഒരു ഭാഗം ഇതിനെ എന്താണ് പറയുക? പോളാർ ന്യൂക്ലിയസുകൾ. പോളാർ ന്യൂക്ലിയസുകൾ. ഓക്കെ, പോളാർ ന്യൂക്ലിയസുകൾ എന്നാണ് പറയുക. പുംബീജവുമായി സംയോജിച്ച് എൻഡോസ്പെം രൂപപ്പെടുന്ന ഭാഗം. ഇനി ബി എന്താണ്? ബി പരാഗരേണുവിൽ നിന്ന് രൂപപ്പെട്ട അണ്ഡാശയത്തിന് നേരെ വളരുന്ന ഭാഗം. അതെന്താണ്? ഇതാണ് പരാഗനാളി. ഇതിനെന്താ പറയുക? പരാഗനാളി. ഓക്കെ, പരാഗനാളി എന്നാണ് ഇതിന് പറയുക. പരാഗനാളി. ഇതെന്താണ്? പരാഗനാളി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ജൈവ വൈവിധ്യം നമുക്ക് നൽകുന്ന ചില സേവനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഓക്കെ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, സന്തുലനം, പരാഗണം, പോഷകചംക്രമണം, മണ്ണ് രൂപീകരണം, കാലാവസ്ഥ നിയന്ത്രണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ജൈവ വൈവിധ്യം നമുക്ക് നൽകുന്ന ചില സേവനങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് എഴുതാം? സഹായക സേവനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹായക സേവനങ്ങളിൽ ഉൾപ്പെടുന്നത് എന്താണ്? സഹായക സേവനങ്ങളിൽ ഉൾപ്പെടുന്നത് എന്താണ്? പോഷക ചംക്രമണവും അതേപോലെ തന്നെ പരാഗണവുമാണ്. ഓക്കെ, ഇനി വേറെ എന്താണ്? പാരിസ്ഥിതിക സേവനങ്ങൾ. രണ്ട് വിധത്തിലാണ് സേവനങ്ങളുള്ളത്. ഒന്ന് സഹായക സേവനങ്ങളും രണ്ടാമത്തേത് പാരിസ്ഥിതിക സേവനങ്ങളും. അതിൽ ഉൾപ്പെടുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ സന്തുലനം, അതേപോലെ മണ്ണ് രൂപീകരണം, അതേപോലെ കാലാവസ്ഥ നിയന്ത്രണം. ഓക്കെ, അപ്പോൾ സഹായക സേവനങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? പോഷക സംക്രമണവും പരാഗണവുമാണ്. പാരിസ്ഥിതിക സേവനങ്ങളിൽ പെടുന്നത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് സന്തുലനം, മണ്ണ് രൂപീകരണം, കാലാവസ്ഥ നിയന്ത്രണം. ഇനി നമുക്ക് ലാസ്റ്റ് ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക ഉചിതമായി പൂർത്തീകരിക്കുക. ഓക്കെ, ബീജകോശങ്ങൾ. ഇവിടെ എന്താണ്? ഇവിടെ അണ്ഡം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? പുംബീജം. അപ്പോൾ നമുക്ക് ബീജകോശങ്ങളെ രണ്ടായി തരംതിരിച്ചു, പുംബീജവും അണ്ഡവും. ഇനി ഇവിടെ പുംബീജം എന്ന് പറഞ്ഞാൽ എന്താണ്? താരതമ്യേന ചെറുതാണ്. ഓക്കെ, താരതമ്യേന ചെറുതാണ്. ചലനശേഷിയുണ്ട്. ബാഹ്യഘടന എന്താണ്? ശിരസ്, ഉടൽ, വാൽ എന്നിവ കാണപ്പെടുന്നു. അതാണ് പുംബീജത്തിൻ്റെ ശിരസ്, വാൽ എന്നിവ കാണപ്പെടുന്നു. ഇനി അണ്ഡം നോക്കുക. അണ്ഡത്തിൻ്റെ വലിപ്പം എങ്ങനെയാണ്? പുംബീജത്തേക്കാൾ വലുതാണ്. ഓക്കെ, പുംബീജത്തേക്കാൾ വലുതാണ്. പിന്നെന്താണ്? ചലനശേഷി ഉണ്ടോ? ഇല്ല, ചലനശേഷി ഇല്ല. പിന്നെന്താണ്? ബാഹ്യഘടന എന്താണ്? ഗോളാകൃതിയാണ്. കോശസ്തരത്തിന് പുറത്തായി പ്രത്യേക സംരക്ഷണം ഉണ്ട്. ഗോളാകൃതി ആണ്. ഇത്രയാണ് പ്രത്യേകതകൾ. എന്തൊക്കെയാണ്? ബീജകോശങ്ങൾ, പുംബീജത്തിന് വലുപ്പം താരതമ്യേന ചെറുതാണ്. അണ്ഡത്തിന് പുംബീജത്തേക്കാൾ വലുതാണ്. ചലനശേഷി പുംബീജത്തിനുണ്ട്, അണ്ഡത്തിന് ഇല്ല. ബാഹ്യഘടന പുംബീജത്തിന് ശിരസ്, ഉടൽ, വാൽ എന്നിവ കാണപ്പെടുന്നു. അണ്ഡത്തിന് ഗോളാകൃതിയാണ്. കോശസ്തരത്തിന് പുറത്തായി പ്രത്യേക സംരക്ഷണമുണ്ട്. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ, അടിസ്ഥാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തീർച്ചയായും ചെയ്യുക. അതേപോലെ തന്നെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തീർച്ചയായും കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും. താങ്ക്